ഗോകുൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, എത്ര സമയം അദ്ദേഹം ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ സർക്കാർ പങ്കുവയ്ക്കുന്നുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ഇവിടെയുള്ള പരിക്ക് പറ്റിയവരെ കാണുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹം കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഈ ആശുപത്രിയിൽ തന്നെ ഒരുക്കുന്നുണ്ട്, ഇതിൻ്റെ കാഷ്വാലിറ്റിയിൽ തന്നെ ഒരുക്കുന്നുണ്ട്. കുറച്ചു നേരം മുൻപാണ് അദ്ദേഹം ഈ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ആദ്യം മോർച്ചറിയിലെത്തി ഈ അപകടത്തിൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പരിക്ക് പറ്റിയവരെ കാണാനായി അദ്ദേഹം കാഷ്വാലിറ്റിയിലേക്ക് പോവുകയാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റാലിൻ മാധ്യമങ്ങളെ കാണും, കണ്ട് കാര്യങ്ങൾ ഈ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളമാണ്, എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കും, അതിനെക്കുറിച്ച് പറയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും ഏതായാലും അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിനായി കാത്തു നിൽക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം ഈ പ്രസ് മീറ്റായി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ പരിക്കേറ്റവരെ ഉൾപ്പെടെ സന്ദർശിക്കുകയാണ്, അവരുടെ ഉറ്റവരെ സന്ദർശിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായും വലിയ രാഷ്ട്രീയം കൂടിയുണ്ട് തമിഴ്നാട്ടിൽ. ഈ ദുരന്തത്തിൻ്റെ തുടർച്ചയായി സ്വാഭാവികമാണത്. എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ വിശദീകരിക്കും എന്നത് വളരെ പ്രധാനമാണ്. സാധാരണ മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്, വലിയ സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത് വിജയുടെ ഉൾപ്പെടെ സുരക്ഷാ വീഴ്ചയാണ് എന്ന നിലയിലായിരിക്കും DMK ഈ വിഷയത്തെ കാണുക. അതേസമയം പോലീസിൻ്റെ ഉൾപ്പെടെ വീഴ്ചയും അവിടെ പ്രകടമായിരുന്നു. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനൊപ്പം തന്നെ പോലീസിൻ്റെ കേസുമുണ്ട്. ഇതൊക്കെ കാര്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നത് വളരെ പ്രധാനമാണ്. ഗോകുൽ VS ആണ് കരൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി തുടർന്ന്. ഗോകുൽ നേരത്തെ അപകട സ്ഥലത്ത് പോയതാണ്, അവിടെ കണ്ട ദൃശ്യങ്ങളത് ഹൃദയഭേദകമായിരുന്നു. ഒരു വലിയ ദുരന്തത്തിന് നടുവിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. മുഖ്യമന്ത്രിയും ആ പ്രദേശം സന്ദർശിക്കുന്നുണ്ടോ? വാർത്താ സമ്മേളനം എവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? തീർച്ചയായും രതീഷ്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും ഒരു മോശം കാഴ്ച ഈ സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മോശം കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. 39 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മരിച്ചവരിൽ കുറച്ചു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഏകദേശം 30ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൂടി ഉണ്ടെന്നുള്ളതൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഹേമലതയും മകളായ സായി ലക്ഷ്മണയും സായി ജീവിയും ഒക്കെ അവരുടെയൊക്കെ നമുക്ക് ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ റോഡിൻ്റെ ഇരുവശത്തും തങ്ങി നിന്ന ഏകദേശം 39ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇനിയും പരിക്ക് പറ്റി നിരവധി പേർ ചികിത്സയിലാണ്. 90ഓളം ആളുകളാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റി പല ആശുപത്രികളിലായി ചികിത്സ തരുന്നത്. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. 2 ഭാഗങ്ങളിലായി മരത്തിൽ കയറി നിന്നവർ ഈ തിരക്കിനിടയിൽ പലപ്പോഴും മരമുടിഞ്ഞ് വീണൊക്കെ അപകടം പറ്റി ആ തിരക്കിനൊപ്പം നിന്ന് ആ ഒരു വല്ലാത്ത വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ കണ്ടത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തും. എങ്ങനെയാണ് അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുമെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും വിഷമകരമായ കാര്യം 10 കുട്ടികൾ ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ എന്ന് തന്നെ പറയാം. ഇനി ഒരിക്കലും ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഭൂമിയിൽ, കരൂരിലെ ആ ഭൂമിയിൽ, ആ ദുരന്ത ഭൂമിയിൽ നിൽക്കാൻ കഴിയൂ. അത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഏതായാലും വളരെ പെട്ടെന്ന് ഈ അപകടമുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ദുരിതബാധിതരെ സന്ദർശിക്കാൻ വരികയാണ്. ഏകദേശം 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്ന് പുലർച്ചെ 3:34 അദ്ദേഹം കരൂർ മെഡിക്കൽ കോളേജിലെത്തി ഈ ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തത്തെ അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇവിടെ തമിഴ്നാട് കാണുന്നത്. അതേസമയം തന്നെ ഇതിൽ നമ്മൾ ഈ അപകടത്തിന് പിന്നാലെ പല രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് പലതരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ഒരു പരിപാടി നടന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. പല സ്ഥലങ്ങളിലും 20 മിനിറ്റായിരുന്നു വിജയ്ക്ക് ഇത്തരം പരിപാടികളിൽ പ്രസംഗിക്കാൻ പോലീസ് നൽകിയിരുന്നത്. കാരണം വലിയ
വലിയ തിരക്ക് വരും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അപകടമുണ്ടാകുന്ന സ്ഥിതി വരും. ഈ വാഹന വ്യൂഹത്തെ പിന്തുടരാൻ ആളുകളെ അനുവദിക്കരുത്. റോഡ് ഷോയ്ക്കൊക്കെ തന്നെ പല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 12:30 വരെയായിരുന്നു ഈ പരിപാടിക്ക് അനുമതി പോലീസ് നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് വിജയ് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ഏകദേശം 7 മണിയോടുകൂടി അപകടം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയാം വലിയൊരു അലംഭാവം ഈ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. നമ്മളവിടെ നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ പാർട്ടി പ്രവർത്തകരൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ആളുകൾ കൂടുമ്പോൾ അവരെ മാറ്റാനുള്ള ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കണക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ദുരന്തമായിരുന്നു അത്. കുറച്ച് നല്ല സംഘാടന മികവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്രമീകരണം ഉണ്ടെങ്കിൽ, കൃത്യമായ സമയങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ, മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ, പോലീസ് ഒന്നുകൂടി സുരക്ഷ കർശനമാക്കിയിരുന്നെങ്കിലൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയാമായിരുന്ന ഒരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും അവിടുത്തെ കാഴ്ചകൾ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഗോകുൽ VS ആണ് കരൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂർ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെയും പരിക്കേറ്റവരുടെ ബന്ധുക്കളെയും ഒക്കെ സന്ദർശിക്കുകയാണ്. അതിപ്രധാനമായൊരു സന്ദർശനമാണ് ദുരന്തത്തിന് പിന്നാലെ ഉണ്ടായത്. കരൂരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കരൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഗോകുൽ VS ആണ് അവിടെ തത്സമയ വിവരങ്ങൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, രാജ്യം തുടങ്ങിയ വലിയ ദുരന്തമാണ്. തമിഴ്നാട്ടിലും വലിയ രാഷ്ട്രീയമായ ചർച്ചകൾക്കും ചലനങ്ങൾക്കും വഴിവെച്ചേക്കും. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ്. അതേസമയം തന്നെ സന്ദർശനത്തിൽ രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായും വലിയ രീതിയിൽ അത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഒരു ദുരന്ത സമയത്ത് അതല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം എങ്കിൽ കൂടി ഒരു പ്രശ്നമായി തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പല മാറ്റങ്ങൾക്കോ ഒക്കെ തന്നെ ഈ ഒരു സംഭവം ഇടവയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ TV-ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നില്ല, അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. മറിച്ചും ഈ രീതിയിലുള്ള ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 3ാമത്തെ പരിപാടിയാണ്. അതായത് TV-യുടെ വിജയ് നടത്തുന്ന ഈ വലിയ പ്രചാരണ പരിപാടി, ഓരോ ജില്ലയിലും നടത്തുന്ന പ്രചാരണ പരിപാടിയുടെ 3ാമത്തെ പരിപാടിയാണ്. ഇതിനു മുൻപും വലിയ തിരക്ക് പല പരിപാടികളിലും അനുഭവപ്പെട്ടു. ഞാൻ സ്ഥലം ഏതാണെന്ന് ഓർക്കുന്നില്ല. പക്ഷേ ഇതിനു മുൻപുണ്ടായിരുന്നൊരു പരിപാടിയിൽ വിജയിക്ക് സ്ഥലത്തേക്ക്, ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ജനത്തിരക്ക് മൂലം എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ അത്രമാത്രം ആളുകൾ വരുന്നൊരു പരിപാടിയാണ്. സ്വാഭാവികമായും വിജയ് എന്നുള്ളൊരു നടനെ കൂടി കാണാനാണ് ഈ എത്തിയവരിൽ പലരും വരുന്നത്. അവർ ഒരു TV-യുടെ ആശയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വരുന്നവർ മാത്രമാകണമെന്നില്ല. മറിച്ച് വിജയ് എന്നുള്ളൊരു നടനെ കാണുക, സിനിമയിലൊക്കെ തന്നെ വലിയ മാസ് കാണിക്കുന്ന അല്ലെങ്കിൽ മാസ് പെർഫോമൻസ് കാണിക്കുന്ന ഒരു നടനെ കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ലക്ഷ്യമായി വന്നിരിക്കാം. ഏതായാലും ഈ വന്ന ആളുകൾക്ക് അവർ അതിനിരയാകുന്ന ഒരു കാഴ്ച, അത് നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. 39 പേർ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, ഓരോ മരണവും ദുഃഖകരമാണ്. പക്ഷേ ഇങ്ങനെയൊരു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ തന്നെ അത് പലതരത്തിലും കൂടുതൽ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ആഴത്തിലുള്ള ചിന്തകൾ വേണം. അതോടൊപ്പം തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും ഇതിൽ പലതരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തത് TV-ക്ക് ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ വിജയ് വരാൻ വൈകിയതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് തമിഴ്നാട് DGP വെങ്കിട്ടരമണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 500 പോലീസുകാരെ സ്ഥലത്ത് നിയോഗിച്ചിരുന്നു എന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു. സ്ഥലം അനുവദിച്ചതിൽ പിഴവില്ല എന്നുള്ളതാണ് DGP ആ പ്രസ് മീറ്റിൽ പറഞ്ഞത്. പക്ഷേ നമുക്ക് ആ സ്ഥലം പോയി കണ്ടപ്പോൾ തോന്നിയ കരൂരിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സന്ദർശനം നടത്തിയാണ്. ഗോകുൽ, ശബ്ദത്തിൽ എന്തോ ഒരു വ്യക്തക്കുറവ്, മൈക്കിൽ എന്തൊരു വ്യക്തക്കുറവുണ്ടെന്ന് തോന്നുന്നു. ആ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. MK സ്റ്റാലിൻ ഇപ്പോൾ കരൂരിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കുകയാണ്. അപകട സ്ഥലത്തേക്ക് MK സ്റ്റാലിൻ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തമില്ല. അതേസമയം തന്നെ മാധ്യമങ്ങളുമായി അല്പസമയത്തിനകം സംസാരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യം കരൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തി അവിടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷമാണിപ്പോൾ പരിക്കേറ്റവരെ നേരിൽ കാണുന്നത്. ഗോകുൽ, ഇപ്പോൾ പരിക്കേറ്റവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയായി ഇത് മാറുന്നു എന്നാണല്ലോ നേരത്തെ ഗോകുൽ പറഞ്ഞത്.
തീർച്ചയായും അത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. പിന്നീട് മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ പെട്ടെന്ന് ഇവിടേക്ക് എത്തുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയമായി തന്നെ കൂടി നമ്മളതിനെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ അല്പസമയത്തിനുള്ളിൽ തന്നെ കാണും. അദ്ദേഹം എന്താണ് പറയാനുള്ളത്, ആ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കണം. അപ്പോൾ മാത്രമാണ് അതിലൊരു എന്താണ് ഈ സംഭവത്തിൻ്റെ വ്യാപ്തി, ഇനിയും കൂടുതലാണോ അതോ എന്തൊക്കെയാണ് അപകടത്തിന് കാരണമായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. ഇപ്പോൾ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കൂടി ഇത് ഉയരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പോൾ DGP പറഞ്ഞൊരു കാര്യത്തിൽ വച്ചാണ് ഞാൻ നേരത്തെ നിർത്തിയത്. അതായത് സ്ഥലം അനുവദിക്കുന്നതിൽ പിഴവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒരു നാലുവരി പാതയിലാണ് ഈ പരിപാടി വരുന്നത്. ഏകദേശം 10,000 പേരുടെ പരിപാടിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാലും അതിലൊക്കെ എത്രയോ ഇരട്ടിയധികം ആളുകൾ അവിടേക്ക് എത്തുന്നു. ഈ ആളുകൾ എത്തുന്നതും ഈ വിജയ് വരുന്നതും എല്ലാ ആളുകളും വിജയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ വിജയുടെ അടുത്തേക്ക് എത്താൻ, അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണാനൊക്കെ ശ്രമിച്ച് ആ ക്യാരവാൻ്റെ അടുത്തേക്ക്, അത് പ്രത്യേകം സജ്ജീകരിച്ചൊരു ക്യാരവാനാണ്, ഒരു വേദി കൂടിയായിട്ടുള്ള, ഈ പരിപാടിയുടെ വേദി കൂടിയായിട്ടുള്ള ക്യാരവാനാണ്. ആ ക്യാരവാൻ്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ ഒരു ഫോക്കസ് ഒരാളായി തീരുമ്പോൾ, അങ്ങോട്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വരുന്നൊരു വലിയ തിരക്കുണ്ട്. ആ തിരക്ക് ഈ ഒരു അപകടത്തിന് കാരണമായെന്ന് പറയേണ്ടി വരും. കാരണം ആ സ്ഥലം നമ്മൾ പോയി സന്ദർശിച്ചാണ്, നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഒരു നാലുവരിപ്പാതയാണ്, അത്ര വലിയ വീതിയുള്ള നാലുവരിപ്പാതയൊന്നുമല്ല, ഒരു ചെറിയ നാലുവരിപ്പാതയാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന ഹൈവേയുടെ അത്രയൊന്നും വീതി അതിലില്ല. മാത്രമല്ല അതൊരു ചെറിയ സ്ഥലമാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടായാലും ഓടി മാറാൻ അധികം ഇടവഴികളൊന്നുമില്ല, ചെറിയ ചില വഴികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചുറ്റിലും കെട്ടിടങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ അത്തരത്തിലൊരു പ്രദേശമാണ്. ആ സ്ഥലം ഒട്ടും സുരക്ഷിതമാണെന്ന്, നമുക്ക് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹം ഈ പരിക്ക് പറ്റിയവരെ കൂടി സന്ദർശിച്ചതിന് ശേഷം ഇവിടേക്ക് വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അദ്ദേഹം അല്പതാമസമുണ്ട്. അദ്ദേഹം ഇപ്പോഴും പരിക്ക് പറ്റിയവരെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് എത്തുകയും മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ DMKയുടെ പ്രവർത്തകരുടെ അതായത് വലിയൊരു പോലീസ് സുരക്ഷാ സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇപ്പോൾ സ്റ്റാലിൻ ഇവിടെ എത്തുകയും കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്യും.